ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പം നടന്നത്. ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷനാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു, ഞാൻ 2 പേർക്ക് പവർ കൊടുക്കുകയാണ് ഈ 2 പേരെ സെലക്ട് ചെയ്യാനുള്ള ഡയറക്റ്റ് നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക്. അത് ഒന്ന് അനീഷിനാണ്. എന്നാൽ അനീഷിൻ്റെ പെർഫോമൻസ് ഇന്നലത്തെ സർക്കസിൻ്റെത് വളരെ ഗംഭീരമായതുകൊണ്ട് ഒരു പവർ അനീഷിനും, പിന്നെ ചെരുപ്പ് ഫാക്ടറിയിലെ മുതലാളിയായ നൂറയ്ക്കും ഒരു പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ 2 പവർ ഇവർക്ക് 2 പേർക്കും കൊടുത്തത് കാരണം ഇവർക്ക് 2 പേർക്ക് 2 പേരെ ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കാം. ബാക്കി ഒരാളെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആരെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ വന്നപ്പോൾ പലരും പലത് പറഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി ഈ ക്യാപ്റ്റൻസിയിലോ ടാസ്കിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുന്നത് ജിഷിനാണ്. പിന്നെ അനീഷ് സെലക്ട് ചെയ്തത് റെന ഫാത്തിമയാണ്. റെനയുടെ പേര് വന്നപ്പോൾ റെന തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അനീഷ് ഒരിക്കലും റെനയെ സെലക്ട് ചെയ്തതെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അനീഷ് പറഞ്ഞത് സർക്കസിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു, ഒരു മാജിക്കൽ പവറായിരുന്നു റെനയ്ക്ക്, അതുകൊണ്ട് ഞാൻ റെനയെ സെലക്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അതുപോലെ നൂറ സെലക്ട് ചെയ്തത് ഒണിയൻ സാബുവിനെയാണ്. കുതന്ത്രങ്ങൾ മെനയുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു ഇതിലാണ് ഒണിയൻ സാബുവിനെ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ 3 പേരാണ് ക്യാപ്റ്റൻസി മത്സരത്തിലോട്ട് വന്നിരിക്കുന്നത്. ഒണിയൻ സാബു, റെന ഫാത്തിമ, ജിഷിൻ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.